സുരേഷ് സർ, രാജ്യം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് രാജ്യത്ത് വളരെ വളരെ വിപ്ലവകരമായ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില നടപടികളാണ് കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റേത് സർക്കാർ ഭരിച്ചിരുന്ന കാലത്തും നടത്താൻ കഴിയാത്ത ഒരു കാര്യം ഇതാ നമ്മുടെ ബി സർക്കാർ നടത്തിയിരിക്കുന്നു. ഡസൻ കണക്കിന് 200-250 വരുന്ന ഡസൻ കണക്കിന് മാവോയിസ്റ്റുകളാണ് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് പല മാധ്യമങ്ങളും വേണ്ട രീതിയിൽ ഇതിനൊരു വാർത്താ പ്രാധാന്യം നൽകുന്നില്ല എന്നത് ഖേദകരമാണ്. പക്ഷേ നമുക്കറിയാം ഏത് രീതിയിലാണ് കേന്ദ്ര സർക്കാർ മാവോയിസ്റ്റുകൾക്കെതിരായി, നക്സലൈറ്റുകൾക്കെതിരായി ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ചിലരെയെങ്കിലും അസ്വസ്ഥരാക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. എസ്പെഷ്യലി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ തെലങ്കാന സർക്കാരിനെ ഇത് പ്രധാനമായും ഇതിന്റെ ഒരു ക്രെഡിറ്റ് മുഴുവൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോയി ചേരുമോ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാവുമോ ഈ ക്രെഡിറ്റ് മുഴുവൻ എന്നൊരു ഭയം തെലങ്കാന സർക്കാരിന് ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? അത് ശരിയാണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നക്സലേറ്റുകളുടെ അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ഒരു നടപടിക്കോ പദ്ധതിക്കോ തെലങ്കാന സർക്കാർ മുതിരുന്നുണ്ടോ? ഇതിപ്പോ ഒരു 3 മാസം മുമ്പ് ഓപ്പറേഷൻ കങ്കാർ എന്നൊരു ഓപ്പറേഷൻ, കർഗാർ എന്ന് പറഞ്ഞിട്ട് ഛത്തീസ്ഗഡിൽ ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു നക്സലൈറ്റ്സിന്റെ. അതിൽ നക്സലൈറ്റ്സ് 4 സൈഡിൽ നിന്നും വലഞ്ഞ് ഇവർ സെക്യൂരിറ്റി ഫോഴ്സസ് ഒരു എൻകൗണ്ടർ നടന്നു. കുറേ പേര് ഒരു 2-3 ആഴ്ച നടത്തും എൻകൗണ്ടർ. കുറേ പേര് കൊല്ലപ്പെട്ടു. സെക്യൂരിറ്റി ഫോഴ്സസിൽ കുറച്ച് പേര് കൊല്ലപ്പെട്ടു, നക്സലൈറ്റ്സ് കുറേ പേര് കൊല്ലപ്പെട്ടു. അതിലാണ് അന്നൊരു സ്റ്റേറ്റ്മെന്റ് CRPFന്റെ ആണ് തോന്നുന്നുണ്ട്, ഒരു CRPF സീനിയർ DIG ലെവലിലുള്ള ഓഫീസർ പറഞ്ഞത്, തെലങ്കാന സൈഡിലേക്ക് കുറേ നക്സലൈറ്റുകൾ ചോർന്നു പോയി ആ വഴിക്ക്. അവരെ അവിടുന്ന് കൊല്ലേണ്ടതായിരുന്നു, അവർ എൻകൗണ്ടറിൽ കൊല്ലേണ്ടതായിരുന്നു. പക്ഷെ അവർ അവിടുന്ന് രക്ഷപ്പെട്ട് തെലങ്കാന സൈഡിലേക്ക് പോയി. ശരിയാണ്, വലിയ കാടാണ്, നല്ല ഇത് പറഞ്ഞ ഇവൻ വെയിൽ മോൾക്ക് തൊട്ടൊന്നും അടിക്കില്ല, അത്ര സൂര്യപ്രകാശം മൊത്തം കിട്ടാത്ത കാടുകളാണ്. അങ്ങനത്തെ കാട്ടിൽ ഇവർ കടന്ന് തെലങ്കാനയിലേക്ക് പോയി എന്നാണ് ഛത്തീസ്ഗഡ് പോലീസ് അന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ കാണേണ്ട വേറെ ഒന്നല്ല. ഇന്ന് നരേന്ദ്രമോദിയും ഒരു സ്റ്റേറ്റ്മെന്റ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റേറ്റ്മെന്റ് ഇന്നലെ ഇഷ്യൂ ചെയ്തു. അതിൽ അദ്ദേഹം പറയുന്നത്, കോൺഗ്രസും ഈ അർബൻ നക്സൽസും കൂടിയിട്ട് നക്സലൈറ്റുകൾ നടത്തിയ ഒരു എന്താ പറയുക വേട്ട, ആൾക്കാരെ കൊല്ലുക, ലീഡർമാരെ കൊല്ലുക, ഇവരെ കൊന്നതിനൊന്നും ഇവർ പുറത്ത് പബ്ലിസിറ്റി കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. ഇവർക്ക് പേടിയായിരുന്നു, അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ നക്സലൈറ്റ്സിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഈ ട്രൈബലും ഇവരൊക്കെ പുറത്തു വരുന്നുണ്ട്, പേടിയുണ്ടായിരുന്നു. അത് കാരണം കോൺഗ്രസ് ആ ന്യൂസ് എല്ലാം ഒളിപ്പിച്ചു വെച്ചു എന്നാണ് മോദി ഇന്നലെ പറഞ്ഞത്, പ്രധാനമന്ത്രി മോദി. അത് മാത്രമല്ല, ഇപ്പൊ ഈ ന്യൂസും വന്നു തുടങ്ങിയപ്പോൾ, ദാറ്റ് ഈസ് ഈ തെലങ്കാനയുടെ സൈഡിലേക്ക് പോയി എന്ന് പറഞ്ഞ ന്യൂസ് ഇവരെന്നെ, ദാറ്റ് ഈസ് മല്ലോജി വേണുഗോപാൽ തന്നെ ഇന്നലെ 2 ദിവസമായിട്ട് പോലീസിന്റെ ഇന്ററഗേഷനിലാണ് ആള്. പോലീസ് ഒരു നക്സലൈറ്റ് സറണ്ടർ ചെയ്തെന്ന് വെച്ച് വെറുതെ അങ്ങനെ വിട്ടുകൊടുക്കില്ല. അവർ കംപ്ലീറ്റ് ഡീബ്രീഫിംഗ് എടുക്കും അവരുടെ. അത് കുറെ നാൾ നടക്കാം. അത് മല്ലോജി വേണുഗോപാലാണെങ്കിൽ പറയണ്ട, അദ്ദേഹം സെൻട്രൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്നു, അവരെ വൺ ഓഫ് ടോപ്പ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ആയിരുന്നു, അതിലാളായിരുന്നു. അപ്പോൾ നാച്ചുറലി കുറെ കാര്യങ്ങൾ അറിയാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഈ ഹിറ്റ്മ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ലീഡറുണ്ട്, ഇപ്പൊ ആളാണ് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ളത്. ഹിറ്റ്മ ഒരു ജാർഖണ്ഡ് സ്വദേശിയാണ്. ഹിറ്റ്മ അവിടുന്ന് മൂവ് ചെയ്തിട്ട് ഛത്തീസ്ഗഡിൽ നിന്ന് തെലങ്കാനയിലേക്ക് കടന്നു. തെലങ്കാനയിലെ കുറെ പൊളിറ്റീഷ്യൻസ് എന്നാണ് പറഞ്ഞത്, അതിൻ്റെ അർത്ഥം കോൺഗ്രസ്സുകാരെന്നാണ്, സംശയമില്ല. അവര് അയാൾക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് തെലങ്കാനയിൽ. ഇത് വലിയൊരു എന്താ പറയുക, ഒരു റീസൺ പറയുന്ന ഇംഗ്ലീഷിൽ ശരിക്കൊരു ഡിസ്റ്റർബിംഗ് ആണത്. നക്സലൈറ്റ് ഗ്രൂപ്പുകൾക്ക് സുരക്ഷ കൊടുക്കുകയാണ് തെലങ്കാന സർക്കാർ, തെലങ്കാന ഗവൺമെന്റ്, തെലങ്കാനയിലെ പൊളിറ്റീഷ്യൻസ്. പക്ഷെ അവിടുത്തെ പോലീസുകാർ സമ്മതിച്ചു കൊടുക്കില്ല. അവർക്കറിയാം ഇവർ 4 തലവേദനയായി മാറും. അപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് പ്രധാനമന്ത്രി മോദി പറഞ്ഞ കാര്യവും പണ്ട് നടന്ന കാര്യത്തിനെ പറ്റിയിട്ട് മോദി ഇന്നലെ പറഞ്ഞതും ഇന്നിപ്പോ ഹിറ്റ്മയെ പറ്റി പറഞ്ഞ മല്ലോജി വേണുഗോപാൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് രണ്ടും കൂടി കൂട്ടു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, കോൺഗ്രസിന് ഈ നക്സലൈറ്റ് പ്രോബ്ലങ്ങൾ, ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അവർക്ക് അടിച്ചു മാറ്റണം എന്നൊരു വിൽ പവർ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇങ്ങനെ തന്നെ നടന്നോട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. അവരുടെ കംപ്ലീറ്റ് ലീഡർഷിപ്പ്, ഛത്തീസ്ഗഡിലെ ലീഡർഷിപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്തതാണ് ഇതേ നക്സലൈറ്റ്സ്. വിദ്യാചരൺ ശുക്ലയും ബാക്കിയുള്ള കംപ്ലീറ്റ് ലീഡർഷിപ്പ്, 10-25 പേരെ കൊല്ലപ്പെട്ടു ഒരൊറ്റ അറ്റാക്കിൽ. പക്ഷെ എന്നിട്ടും കോൺഗ്രസ്സുകാർ പഠിക്കുന്നില്ല. ആന്ധ്രയിലും തെലങ്കാനയിലും അവരെത്രയോ മന്ത്രിമാരും സ്പീക്കറും ഒക്കെ കൊല്ലപ്പെട്ടതാണ് നക്സലൈറ്റ് അറ്റാക്കിൽ. എന്നിട്ട് പിന്നെ ഇപ്പോ ഇത് അമിത്ഷാ ജയിച്ചു കഴിഞ്ഞാൽ അമിത്ഷാന് ഒരു ക്രെഡിറ്റ് ആവും എന്നിട്ട് പേടിച്ചിട്ട്, ഇത് നമുക്കിനി അവിടെ ഇട്ട് കൊടുക്കണ്ട, നമുക്ക് കുറച്ച് ഇവരെ ഇങ്ങനെ മാറ്റി നിർത്തി ഇവർക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ആയുധങ്ങൾ കൊടുത്ത് ഇവർക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പിന്നെയും പോയി നാളെ തിരിച്ച് സെക്യൂരിറ്റി ഫോഴ്സസിന് അടിക്കും.
ഞങ്ങളെ അടിക്കല്ല, അവിടെ പോയി അടിച്ചോ എന്ന് പറയും മാണി. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഈ കാലത്ത് വളരെ ക്ലിയർ ആണ്. ഈ ന്യൂസ് പുറത്തു വന്നപ്പോൾ തൊട്ട് ഇന്ന് കാലത്തൊട്ട് അവിടെ തെലങ്കാനയിൽ ഇത് വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇവിടുത്തെ പേപ്പറിലെല്ലാം വന്നു. ഇത് ആരോ എന്താ പറയുക കാറ്റിൽ പറയുന്ന കാര്യമല്ല. പേപ്പറിൽ തന്നെ വന്നു കഴിഞ്ഞു, ന്യൂസ് പേപ്പറിൽ വന്നു, ടെലിവിഷൻ ചാനൽസ് ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് തെലങ്കാന ഗവൺമെൻറ് നക്സലൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്? എന്തിനാണ് അവർക്ക് ശരണം കൊടുക്കുന്നത്? അവിടെ കൊടുക്കാൻ പാടില്ല. അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പാടില്ല. അവരെ എൻകൗണ്ടർ ചെയ്ത് കൊല്ലുക തന്നെ വേണ്ട, അല്ലെങ്കിൽ സറണ്ടർ ചെയ്യിപ്പിക്കണം. അപ്പം നമ്മൾ കണ്ടത് അന്ന് ഗദ്രിച്ചോലിയിൽ മല്ലോജി വേണുഗോപാലിന്റെ കൂടെ 220 പേരാണ് സറണ്ടർ ചെയ്തത്. മിനിഞ്ഞാന്നും അതിൻ്റെ ഇന്നലെയായിട്ട് ഛത്തീസ്ഗഡിൽ 600 പേരാണ് സറണ്ടർ ചെയ്തത്. ഇത് ചെറിയ ആൾക്കാരൊന്നുമല്ല കേട്ടോ. ചിലർ 10 ലക്ഷം, 5 ലക്ഷം, 25 ലക്ഷമൊക്കെ റിവാർഡ് ഉള്ളതാണ് അവരുടെ മേലെ. അങ്ങനത്തെ ആൾക്കാരാണ് സറണ്ടർ. ഇപ്പം കൂടെയുള്ളത് ഈ ഹിറ്റ്മ എന്ന പാർട്ടിയും ഒരു 250 പേരും അവരുടെ കാഡേഴ്സും തെലങ്കാന സൈഡിലേക്ക് കടന്നു എന്നാണ് പറയുന്നത്. ഛത്തീസ്ഗഡിന് കാട്ടുകളിൽ നിന്ന് തെലങ്കാനയ്ക്ക് അങ്ങോട്ടുള്ള ഒരു റീജിയനിലേക്ക് മാറി എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ഇനിയും സ്ഥിരീകരിക്കാനുണ്ട്. ഇനി ഒരു നെക്സ്റ്റ് 24 മണിക്കൂറിൽ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടും. കിട്ടിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ മാതിരി പോലീസ് എന്ത് ആക്ഷൻ എടുക്കേണ്ടത് അത് അവരെടുക്കും. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് ഇത് ആദ്യമായിട്ടല്ല. ഇത് പഞ്ചാബിൽ പണ്ട് ഭിന്ദ്രൻവാലെ ഈ പറഞ്ഞ മാതിരി ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന ആളായിരുന്നു കോൺഗ്രസ്സുകാർ. സിഖ് ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി അകാലിദളിന്റെ കയ്യിലായിരുന്നു എന്നിട്ട് അതിനെ അവരെ ഇറക്കാൻ വേണ്ടിയിട്ട്, അക്കാലീസിനെ കൊണ്ടുവന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് ഈ പറഞ്ഞ മാതിരി ഭിന്ദ്രൻവാലെ ട്രെയിനിങ് കൊടുത്ത്, ഭിന്ദ്രൻവാലയ്ക്ക് തോക്കുകൾ കൊടുത്ത്, ഭിന്ദ്രൻവാലയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത് അവസാനം ഭിന്ദ്രൻവാല തന്നെ ഭസ്മാസുരനായിട്ട് മാറി. അതാണ് ഉണ്ടായി, നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞ് എന്താ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, അതൊക്കെ ഹിസ്റ്ററിയാണ്. ഇതേമാതിരി കുറേ സ്ഥലത്ത് ശ്രീലങ്കയിൽ വേളുപ്പിള്ള പ്രഭാകരന് ആരാണ് ട്രെയിനിങ് കൊടുത്തത്? ഇതേ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ആർമിയെ ഉപയോഗിച്ച് ട്രെയിനിങ് കൊടുത്താണ്. എവിടെ? ഷിംലയും മസൂരിയും ആ ഏരിയയിൽ. എന്നിട്ട് എന്തായി ലാസ്റ്റിൽ? വേളുപ്പിള്ള പ്രഭാകരൻ അവസാനം അവരുടെ ആൾക്കാരെ അയച്ച് രാജീവ് ഗാന്ധിയെ കൊന്നു. ഇതാണ് ഉണ്ടായത്. ഈ ലെസൺസ് ആർ നെവർ ലേൺഡ് എന്ന് പറയും. നമ്മൾ പഠിക്കണം. നമ്മൾ പണ്ട് ചെയ്ത തെറ്റുകൾ പിന്നെ ആവർത്തിക്കാൻ പാടില്ല. പക്ഷെ പിന്നെയും ആവർത്തിക്കുകയാണ് ഇപ്പൊ തെലങ്കാന സർക്കാർ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഈ ഒരു സ്ട്രാറ്റജി. പക്ഷെ അമിത്ഷാ വിട്ടുകൊടുക്കില്ല. അമിത്ഷാ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ട്. ഏപ്രിൽ ആകുമ്പോഴേക്കും നക്സലിസം എന്നുള്ള പരിപാടി ഭാരതത്തിൽ ഉണ്ടാവില്ല. കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു മാറ്റും. ഞങ്ങളവിടെ അതിന് മുമ്പിലേക്ക് വരാൻ ഇനി തല വെക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് യൂണിയൻ ഗവൺമെൻറ്. പ്രധാനമന്ത്രി മോദിയും ഇന്ന് കാലത്ത് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. നക്സലിസം ഒരു കോൺസെപ്റ്റായിട്ട് മാറിപ്പോയിരുന്നു. അതിനെ ഈ പറഞ്ഞ മാതിരി മല്ലോജി വേണുഗോപാൽ പറഞ്ഞ മാതിരി അതിൻ്റെ തുടങ്ങി വെച്ചതും ഇപ്പോഴുള്ളൊരു നക്സലിസം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അന്നൊരു റീസൺ ഉണ്ടായിരുന്നു, അന്നൊരു കാരണം ഉണ്ടായിരുന്നു നക്സലിസത്തിന്. ഇപ്പം അതിനൊരു കാരണമില്ല. ബിക്കോസ് ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞു. ഓരോരോ ട്രൈബൽ ഏരിയയിലേക്ക് ബസ്സുകൾ വന്നു തുടങ്ങി. 70 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ബസ് വന്നിട്ടുണ്ട്. ടെലിവിഷൻ സെറ്റുകൾ വന്നു തുടങ്ങി. സ്കൂളുകൾ തുറന്നു. അത് കാരണം ഇനി നക്സലൈറ്റ്സിന് ഒരു റീസണും ഇല്ല നക്സലിസം തുടങ്ങാൻ. ഇനി അതിനെ കൊണ്ട് നടത്താൻ ഇനി ഒരു റീസണും ഇല്ല എന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ്. യെസ്, ഈ രീതിയിലേക്ക് ഇത്തരത്തിൽ നക്സലിസത്തിന് ഭാവിയിൽ ഇനിയൊരു സ്കോപ്പില്ല. ഭാവിയിൽ എന്നല്ല, നിലവിൽ തന്നെ ഒരു സ്കോപ്പുമില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷെ അവിടെ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഇടതു പാളയത്തിൽ ഇതുണ്ടാക്കുന്ന വിള്ളലുകൾ അല്ലെങ്കിൽ അവർക്കുണ്ടാക്കുന്ന ഒരു അസ്വാരസ്യങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല. ഏതെങ്കിലും രീതിയിൽ നക്സലിസം ഇനി തിരിച്ചു വരണം അല്ലെങ്കിൽ കൊണ്ടുവരണം, ശക്തമായി മറ്റേതെങ്കിലും വിഷയങ്ങളിൽ ഇടപെടാൻ എന്ന രീതിയിലേക്ക് ഇതിനെ വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ചില തീവ്ര ഇടത് ചിന്താഗതിക്കാർ എന്ന് നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള ആളുകളുമുണ്ട്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നതും അതാണ് സുരേഷ് സാർ. കേന്ദ്ര സർക്കാർ ഭാവിയിൽ നക്സലിസം ഒരിക്കലും തല പൊന്താതിരിക്കാൻ അല്ലെങ്കിൽ ഇടത് പാളയത്തിൽ ഇത്തരത്തിൽ തീവ്രമായ ചില പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ ഇനി വരാതിരിക്കാൻ കേന്ദ്ര സർക്കാർ എടുക്കാൻ പോകുന്ന മുൻകരുതലുകൾ, അതിനെയാണ് പലരും ഭയക്കുന്നത്. നീതു ചോദിച്ച ചോദ്യത്തിന് ശരിക്കും പ്രസക്തിയാണ്. ബിക്കോസ് ഇതിന് സെൻട്രൽ ഗവൺമെന്റ് വളരെ ക്ലിയർ ആണ്. ഇനി തല പൊക്കരുത് ഇവർ. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നക്സലിസം തുടങ്ങി വെച്ചത് എവിടെ നിന്നാണെന്ന്. നക്സൽ ബാരി വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. പക്ഷെ കേരളം ഫസ്റ്റ് എലക്റ്റഡ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു ലോകത്ത്. അവിടെ നക്സലിസം ഇല്ല, അവിടെ പച്ച പിടിച്ചില്ല. പക്ഷെ അത് പച്ച പിടിച്ചത് എവിടെയാണ്? ഛത്തീസ്ഗഡ്, അന്നത്തെ മധ്യപ്രദേശ്, ഈ പറഞ്ഞ ജാർഖണ്ഡ്, ബീഹാർ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടകയും. അങ്ങനെയാണ് ഈ ഒരു റീജിയൻ, ദണ്ഡക്കാരിയുടെ റീജിയൻ വന്നിട്ടുള്ള നക്സലിസം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഗവൺമെന്റ് ഇത് ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു പറഞ്ഞാൽ, നമ്മൾ ഇവരെ കൊണ്ടിങ്ങനെ നടക്കാം, കുറച്ചു കാലം ഇവരൊരു 10-200 പോലീസുകാരെ കൊന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷെ അത് അമിത്ഷാ വിട്ടുകൊടുത്തില്ല. അമിത്ഷാ സ്പെഷ്യലി ഒരു സ്പെഷ്യൽ ആക്ഷൻ പ്ലാൻ 2 കൊല്ലം മുമ്പാണ് രൂപീകരിച്ചത് സെൻട്രൽ ഗവൺമെന്റ്.
അതുപ്രകാരമുള്ള നക്സൽ അറ്റാക്സ്, നക്സലുകളുടെ നേരെയുള്ള മൂവ്മെന്റ് നടത്തി പോലീസുകാർക്ക് CRPF ട്രെയിൻ കമാൻഡോസ് ഓരോ സ്റ്റേറ്റിലും അവർക്ക് ആയുധങ്ങൾ കൊടുത്തു, മോഡേൺ ആയുധങ്ങൾ, ലോക്കൽ ഇന്റലിജൻസ്, ഹ്യൂമൻ ഇന്റലിജൻസ് ആവട്ടെ, ടെക്നിക്കൽ ഇന്റലിജൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടാണ് നക്സലിസത്തിനെ ഇപ്പോൾ ഓൾമോസ്റ്റ് തുളച്ചു മാറ്റി കഴിഞ്ഞു. ഇനി ആരുള്ളത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവരെയും അടുത്ത 1-2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യും. അതാണ് കാഴ്ചപ്പാട്. സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്ട്രാറ്റജി അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.